ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പതാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ വർഷയുടെയും അതുപോലെ തന്നെ ശ്രീകാന്തിന്റെയും വിവാഹമൊക്കെ രേവതിയും കൂടി നിന്നിട്ട് രഹസ്യമായിട്ട് നടത്തി കൊടുക്കുകയാണ്. അപ്പം ഇവരെ വീട്ടിൽ നിന്നും രവിയും അതുപോലെ തന്നെ നമ്മുടെ സച്ചിയും ഒക്കെ അടിച്ചു പുറത്താക്കി. അങ്ങനെ ആ വീട്ടിൽ നിന്നും ഇവർ പോയതിനു ശേഷമാണെങ്കിലോ നമ്മുടെ രവിക്കും ചന്ദ്രമതിക്കും അതുപോലെ തന്നെ രേവതിക്കും ഒക്കെ വലിയ സങ്കടമായി. അപ്പം ശ്രീകാന്തിനെ എങ്ങനെയും വീട്ടിലേക്ക് തിരികെ വിളിക്കണമെന്നും പറഞ്ഞ് രേവതി ആണെങ്കിൽ രവിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ രവി പറഞ്ഞു, ഇല്ല മോളെ, അവൻ എന്നെ ചതിക്കുക ചെയ്തത്. അവനെ ഒരു കാരണം വെച്ചാലും ഞാൻ ഇനി മടക്കി വിളിക്കില്ല. അവൻ എൻ്റെ ആജന്മ ശത്രുവായ അയാളുടെ മകളെയല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത്. മോൾക്കറിയാലോ എത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ആ പെൻഷൻ തുകയൊക്കെ ഒന്ന് വാങ്ങിച്ചെടുക്കാൻ നോക്കിയത്. അയാൾ എന്തൊക്കെ ദ്രോഹത്തരമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അയാളുടെ മകളെ അവൻ കല്യാണം കഴിക്കുമ്പോഴത്തേക്കിനും അവന് ഒരു നിമിഷം ഈ അച്ഛനെ കുറിച്ച് അവൻ ആലോചിച്ചില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ രേവതി പറഞ്ഞു, അച്ഛാ, അവനൊരു തെറ്റുപറ്റി പോയി. പക്ഷെ വർഷ നല്ല കുട്ടിയാണ്. ഇനി എന്തായാലും ആ ഒരു തെറ്റ് തിരുത്താനായിട്ടുള്ള അവസരം അച്ഛനായിട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. സച്ചി ആണെങ്കിലോ സച്ചി പറയാണ്, ഇല്ല രേവതി, നീ എന്തൊക്കെ പറഞ്ഞാലും ശ്രീകാന്തിനെ ഇനി ഈ വീട്ടിലേക്ക് കയറ്റില്ല. അവൻ വിശ്വാസവഞ്ചനയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിന് ഇങ്ങനെ സംസാരിച്ചു. അതിനുശേഷമാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് വർഷയെയും ശ്രീകാന്തിനെയും ആണ്. അപ്പം ഇവര് രണ്ടുപേരും വേറൊരു വീട്ടിൽ പോയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും വർഷയുടെ അടുത്ത് ശ്രീകാന്ത് പറഞ്ഞു, അതെ, എനിക്ക് വലിയ വിഷമമൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊന്നും മാറി നിന്നിട്ടൊന്നുമില്ല. അതുമല്ല, എൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഞാൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഇനി എന്ത് ചെയ്യും? എനിക്ക് എൻ്റെ അച്ഛനോട് സംസാരിക്കാതിരിക്കാനേ പറ്റില്ല എന്നും പറഞ്ഞ് ഇവൻ വർഷയുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും വർഷയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് കാണുന്ന കൂട്ടത്തിലാണ്. അതിലൊന്നും വലിയ കാര്യമില്ല. ശ്രീകാന്തേ, നീ വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് എന്നാണെങ്കിലും ഒരു ജീവിതം വേണ്ടേ? നമ്മളിതാ ഇപ്പൊ തൊട്ട് നമ്മൾ മാത്രമായിട്ടുള്ളൊരു ജീവിതം തുടങ്ങുക എന്ന് പറഞ്ഞു. ഇല്ല വർഷേ, നീ പറയുന്ന പോലെയല്ല. ഞങ്ങൾ അങ്ങനെയല്ല ജീവിച്ചത്. എനിക്ക് എൻ്റെ വീട്ടിൽ അച്ഛനെയും അമ്മയും ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ജീവിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. അവരുടെ ആ ഒരു സംസാരമൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയും കൂട്ടുകാരിയെയുമാണ്. അപ്പൊ രണ്ടുപേരും കൂടെ ഒരു പാർക്കിൽ എത്തുക. പാർക്കിൽ വന്ന പാടെ തന്നെ നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് പിയെ വിളിക്കുക. അതെ, ഞാനിവിടെ കുറെ സമയമായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസയൊക്കെ ആയിട്ടാണോ വന്നിരിക്കുന്നത്? അതോ എപ്പോഴും പറയുന്നത് പോലെ പിന്നെ തരാന്നാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല, ഞാനിവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ പൈസ തരാന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഫോൺ വെക്കുകയാണ്. അങ്ങനെ മീര പറഞ്ഞു, എടി ശ്രുതി, നീ സുധിയുടെ അടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു പറയും. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നിന്റെ ജീവിതം വെച്ചാണ് ആ പിയെ കാശുണ്ടാക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, എടി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ സുധിയോട് സത്യങ്ങൾ പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എപ്പോഴേ പുറത്തായതാണ്. എനിക്കിപ്പോൾ ഇത് മാത്രമേ നിവർത്തിയുള്ളൂ. അയാൾക്ക് എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച കൊടുത്ത് അയാൾ ഒതുക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ സുധിയാണെങ്കിൽ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ജോലിക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിന് ടിഫിനും അതുപോലെ തന്നെ ലഞ്ചും ഒക്കെ എടുത്തുകൊണ്ട് പോവാറുണ്ട്. ആശാന് ശരിക്കും പറഞ്ഞാൽ വലിയ പണിയൊന്നും ഇല്ല. പുള്ളിക്കാരനാണെങ്കിൽ വന്നിട്ട് ഈ പാർക്കിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പം അവിടെ ഇരിക്കുമ്പോഴോ അവിടെ ഇരുന്ന വകുപ്പിൽ പുള്ളിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി. അങ്ങനെ ആ ഒരു കൂട്ടുകാരനുമായിട്ട് സുധി അവിടെ ഇരുന്ന വർത്തമാനം പറയുക. അതെ, എല്ലാ ദിവസവും ഇങ്ങനെ ജോലിക്കാണ് എന്നൊക്കെ പറഞ്ഞ് ബാഗും തൂക്കി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നാണാവോ എൻ്റെ ഭാര്യയും ബാക്കിയുള്ളവരും ഒക്കെ ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പം ആ സമയത്താണെങ്കിൽ കൂട്ടുകാരനായിട്ടിരിക്കുന്നവൻ പറഞ്ഞു, എടാ, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനേ ഒരുത്തന് കുറച്ച് പൈസ കടം കൊടുത്തിട്ടുണ്ട്. അവൻ പലിശ തന്നിട്ടില്ല. അവനെ ഒന്ന് കൊടയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവനിങ്ങനെ സംസാരിക്കുമ്പം, എടാ, ഞാനും നിന്നോട് കാശ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പം നീ എന്നെ ഉദ്ദേശിച്ചിട്ടാണോ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പം, അല്ലടാ, നീ പലിശ തരേണ്ട സമയം ആയി വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിന്നെ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചെന്നും പറഞ്ഞ് അവനിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ സുധിയും അതുപോലെ തന്നെ കൂട്ടുകാരനും കൂടെ അവിടെ ഇരുന്നപ്പം നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ ഭയങ്കര വിശപ്പ്, നല്ല നട്ടുച്ച സമയമായി. അപ്പം വിശന്നിട്ട് വയ്യടാ, നമുക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പം, അതിനെന്താ, നമ്മളെന്തായാലും എല്ലാ ദിവസവും ചോറൊക്കെ കൊണ്ടുവരുമല്ലോ,
നമുക്ക് ആ ഫുഡ് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചു. അപ്പം സുധിയുടെ കറികളൊക്കെ കാണുമ്പോഴത്തേക്കിനും കൂട്ടുകാരൻ പറഞ്ഞു, അല്ലടാ ഇന്നും എന്തൊക്കെയോ സ്പെഷ്യലൊക്കെ ഉണ്ടല്ലോ, നിന്റെ ഭാര്യയെ സമ്മതിക്കണം കേട്ടോ, എവിടെ ഇങ്ങ് തന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ എന്നും പറഞ്ഞ് ഈ കൂട്ടുകാരൻ ആ ഒരു കറി എടുത്ത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു രക്ഷയില്ല മോനെ, ദേ നിന്റെ ഭാര്യയുടെ കൈപ്പുണ്യം പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എടാ ഇതൊന്നും ഉണ്ടാക്കുന്നത് എൻ്റെ ഭാര്യയല്ല, എൻ്റെ അനുജന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞതും ആഹാ ദേ ആ പെങ്കൊച്ച് എന്തായാലും നല്ല കൈപ്പുണ്യമുള്ള ഒരു കൊച്ചു തന്നെയാണ്, എൻ്റെ ഭാര്യ ഉണ്ടാക്കൂടാ ചവറ് പോലത്തെ കുറച്ച് കറികൾ എനിക്ക് ഒന്നും പിടിക്കത്തില്ല എന്നും പറഞ്ഞ് ഇവനാണെങ്കിൽ നമ്മുടെ സുധിയുടെ പാത്രത്തിൽ നിന്നൊക്കെ ഫുഡൊക്കെ എടുത്ത് കഴിക്കുക. അങ്ങനെ ഈ പുള്ളിക്കാരന്മാർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശ്രുതിയും മീരയും കൂടെ ആ പാർക്കിനകത്തേക്ക് കയറുകയാണ്. അപ്പം നമ്മുടെ നവീൻ ഉള്ളത് അതിനകത്താണ്. നവീനാണല്ലോ നമ്മുടെ ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്നത്. അങ്ങനെ ഇവർ അതിനകത്തോട്ട് കയറുന്ന സമയത്താണെങ്കിൽ നവീൻ വരിക. നവീൻ വന്ന് നേരെ വന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു, അല്ല എത്ര സമയമാണ് ഞാനിവിടെ കാത്തു നിൽക്കുന്നത്, ഒരു മര്യാദയൊക്കെ കാണിക്കാം, അല്ല തനിക്ക് വല്ല ജോലി എടുത്ത് ജീവിച്ചൂടെ എന്ന് നമ്മുടെ മീര ചോദിക്കുകയാണ്. അപ്പൊ മീര ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ ശ്രുതി പറഞ്ഞു, എടി നീ ഒന്ന് ചുമ്മാതെ ഇരിക്ക്, ഇനി വെറുതെ അയാളെ വെറുപ്പിച്ചിട്ട് അയാൾ സത്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറഞ്ഞ തീർന്നല്ലോ കഥ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മീരയോട് പറയുമ്പോൾ നീ ഒന്ന് ചുമ്മാതെ ഇരിക്കടി, എടോ താന് ഇങ്ങനെ എപ്പോഴും വിളിച്ചിട്ട് ഇവളോട് പൈസ ചോദിക്കുന്നുണ്ടല്ലോ, തനിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ മേലേന്ന് ചോദിക്കുക. ഇത് കേട്ട പാടെ തന്നെ നവീനാണെങ്കിലോ, അതെ ഞാൻ പറഞ്ഞത് നിന്റെ കൂട്ടുകാരിയോട് ലോഡ്ജിലേക്ക് വരാനൊന്നും അല്ലല്ലോ, എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഇവള് പണം തന്നേ പറ്റുള്ളൂ, ഇവള് കാരണമാണ് എൻ്റെ ജോലി പോയതും എൻ്റെ ഭാര്യ പോയതും, അതുകൊണ്ട് അതിനൊക്കെ ഒരു പരിഹാരം വേണമല്ലോ എന്നും പറഞ്ഞ് ഇവനിങ്ങനെ ദേഷ്യത്തോടു കൂടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിലും കാലേ വീഴുന്ന രീതിക്ക്, അതെ നിങ്ങൾ എൻ്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം, ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞ പണമൊന്നും മൊത്തമായിട്ടില്ല, ദേ ഞാൻ പാർലർ വരെ സ്വന്തമായിട്ട് തുടങ്ങിയതാ, ഇപ്പൊ ഞാൻ ആ പാർലർ വിറ്റിരിക്കുക, ഈ വിവരങ്ങളൊക്കെ എല്ലാവരും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം പോക്കാന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ അവളുടെ അവസ്ഥകളൊക്കെ അയാളെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. പുള്ളിക്കാരൻ എന്താ പറയുക, നനഞ്ഞടം കുഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ അവൻ അത് വെച്ച് എന്തെങ്കിലും ഒരു തന്ത്രം മെനയാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുക. നീ എന്തു പറഞ്ഞാലും ഞാൻ ആവശ്യപ്പെടുന്ന സമയത്ത് എനിക്ക് പണം കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ അന്ന് നിന്റെ വീട്ടിൽ വന്നതുപോലെ ഒരു ഡെലിവറി ബോയ് ആയിട്ട് വന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയൂന്ന് പറയുകയാണ്. അങ്ങനെ ഇവന്റെ ഭീഷണിക്ക് വഴങ്ങിക്കൊടുത്ത് നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുക. ഈ സമയത്താണെങ്കിൽ നവീൻ കിട്ടിയ കാശൊക്കെ കൊണ്ട് അവൻ സ്ഥലം വിട്ടു. അതിനുശേഷം നമ്മുടെ മീരയാണെങ്കിൽ ശ്രുതി ഉപദേശിക്കുക, എൻ്റെ പൊന്ന് ശ്രുതി, നീ ഇനിയെങ്കിലും കാര്യങ്ങൾ നിന്റെ കെട്ടിയോന്റെ അടുത്തൊന്ന് തുറന്നു പറയും, ഇല്ലെങ്കിലുണ്ടല്ലോ നിന്നെ കൊണ്ട് അവൻ പിച്ചച്ചട്ടി എടുപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടയിൽ നമ്മുടെ മീര ആ കാഴ്ച കാണുക. സുധി അവിടെ ഇരുന്ന് ചോറുണ്ണുന്ന കാഴ്ച, സുധിയും കൂട്ടുകാരനും കൂടെ അവിടെ ഇരുന്ന് ഷെയർ ചെയ്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. ഈ കാഴ്ച കണ്ട മീരയാണെങ്കിൽ പറഞ്ഞു, എടിതേ അങ്ങോട്ടൊന്ന് നോക്ക്, അതെന്ത് കാഴ്ചയാ കാണുന്നത്, നിന്റെ കെട്ടിയോനല്ലേടി അതെന്ന് ചോദിക്കുമ്പം ശ്രുതിയോ നീ ഒന്ന് പൊയ്ക്കേന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ശ്രുതി സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കിനും ശ്രുതിക്ക് കാര്യം പിടികിട്ടി, കെട്ടിയോൻ തന്നെയാണ്. അപ്പം ഇവള് നേരെ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കിനും കൂട്ടുകാരനാണ് ഇവരെ ആദ്യം കാണുന്നത്. അപ്പൊ അവനാണെങ്കിൽ എടാ രണ്ട് പെൺപിള്ളേര് നമ്മൾ രണ്ടുപേരെയും ഇങ്ങനെ നോക്കുന്നുണ്ടടാ, എന്തോ ഒരു ചെറിയ കോളൊത്ത് വരുന്നുണ്ട്, പാർക്കാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് കിളികളൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞ് ഈ കൂട്ടുകാരൻ വലിയ കാര്യത്തിൽ ഇങ്ങനെ കമന്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ സുധിയാണെങ്കിൽ ഈ കണ്ണടയൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് എടുത്തൊക്കെ അങ്ങ് വെച്ചു. അതിനുശേഷം ഇങ്ങനെ നോക്കുന്ന സമയത്താണ് വന്ന് നിൽക്കുന്നത് തൻ്റെ ഭാര്യയും കൂട്ടുകാരിയുമാണ് എന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായത്. അങ്ങനെ ശ്രുതി മുഖമൊക്കെ ഉയർത്തി, അല്ല ശ്രുതി നീ എന്താ ഇവിടെ നിന്ന് ശ്രുതിയോട് ചോദിക്കുമ്പം ശ്രുതി അതേ സ്പീഡിൽ തിരിച്ച് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുക, അല്ല നിങ്ങൾ എന്താ ഇവിടെ, നിങ്ങൾ ജോലിക്ക് പോയതാണല്ലോ, നിങ്ങൾ ഷോപ്പിൽ പോയി ഇരിക്കേണ്ട നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പം അത് ശ്രുതി അത് എന്നൊക്കെ പറഞ്ഞ് പപ്പ അടിക്കാൻ തുടങ്ങി നമ്മുടെ ശ്രുതി. ഇത് കേൾക്കുന്ന സമയത്താണെങ്കിലും ശ്രുതിക്ക് ദേഷ്യം വന്നു. ശ്രുതി മര്യാദക്ക് സത്യം പറയുന്നു പറഞ്ഞ് ഇവള് സത്യം പറയിപ്പിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അത് ഞാൻ പറയാം, അതെ എന്താ പറ്റിയെന്നോ, എൻ്റെ ചില ക്ലയൻസുകൾ ഈ പാർക്കിൽ വരാമെന്ന് പറഞ്ഞു,
അപ്പം അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുമായിരുന്നു. ഇതെൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ആ കൂട്ടുകാരൻ പുള്ളിക്കാരനെ രണ്ടുപേരും വേലയും കൂലി ഇല്ലാണ്ട് നടക്കുക. ഇവന്മാര് തങ്ങളിൽ ഇങ്ങനെ പരിചയപ്പെടുത്തി കളിക്കുക. അപ്പൊ ശ്രുതി പറയാണ്, അല്ല അതിന് നീ എന്തിനാ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്? അത് ഈ ചേട്ടന് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട്. സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പുള്ളിക്കാരന് ഗ്യാസ് കയറും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിച്ചതെന്നൊക്കെ പറഞ്ഞു ഒരുവിധം തടി തപ്പി. അങ്ങനെ ശ്രുതി അവിടെ നിന്നും എന്നാ ആയിക്കോട്ടെ വീട്ടിലേക്ക് വാന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് അങ്ങ് പോരുക. പിന്നീടാണെങ്കിലോ നമ്മുടെ രേവതി അത്താഴത്തിനുള്ള ഫുഡൊക്കെ റെഡിയാക്കി എല്ലാരെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. അപ്പം നമ്മുടെ രവിയും അതുപോലെ സച്ചിയും ഒക്കെ അവിടെ വന്നിരുന്നു. അതിനുശേഷം ചന്ദ്രയെ പോയി വിളിക്കുന്ന സമയത്താണെങ്കിലോ ചന്ദ്രമതി അനങ്ങാതെ അവിടെ തന്നെ കിടക്കുക. അല്ല അമ്മയാ ഞാൻ ഈ വിളിക്കുന്നത്, അമ്മ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തേന്ന് രേവതി ചോദിക്കുമ്പോഴത്തേക്കിനും എനിക്ക് വേണ്ടടി, എൻ്റെ മക്കളില്ലാത്ത ഈ വീട്ടിൽ എനിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് തിരിഞ്ഞു കിടന്നു. അമ്മ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛൻ തീരുമാനം മാറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് രേവതി ചോദിക്കുകയാണ്. ചന്ദ്ര പറഞ്ഞു, ആ മനുഷ്യനല്ലേലും എൻ്റെ കണ്ണുനീര് കണ്ടു കഴിഞ്ഞാൽ അതിലൊന്നും അലിയില്ലല്ലോ. എനിക്ക് എന്തായാലും എൻ്റെ ശ്രീകാന്ത് ഈ വീട്ടിൽ വേണം. ഞാൻ കുറച്ച് ലാളിച്ചാണ് എൻ്റെ മോനെ വളർത്തിയത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ഭയങ്കര സെന്റിമെന്റ്സ് അടിക്കുമ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ അമ്മ ഞാനും പറഞ്ഞില്ലേ, മതിയടി മതി, നിന്റെ അഭിനയമൊക്കെ അത് നിന്റെ കയ്യിൽ വെച്ചാൽ മതി. എനിക്കറിയാം നിന്റെയൊക്കെ ഉള്ളിലിരിപ്പ്. അമ്മ അങ്ങനെയൊന്നും അല്ല സത്യങ്ങള്. ശ്രുതിയെ പോലെ അല്ല, വർഷ നല്ല ഒന്നാം തരം ഒരു കുട്ടിയാണ്, എനിക്ക് വലിയ ഇഷ്ടമൊക്കെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ ഈ വീട്ടിലേക്ക് വരണമെന്ന് തന്നെയാ എൻ്റെ ആഗ്രഹമെന്നും പറഞ്ഞ് രേവതി സംസാരിക്കുമ്പോഴാണെങ്കിലോ ചന്ദ്രമതി പറഞ്ഞു, വേണ്ട വേണ്ട, ഇനി നിന്റെ സംസാരമൊന്നും എനിക്ക് കേൾക്കണ്ട. ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. ഭക്ഷണം കഴിക്കാനാണ്, വെള്ളം കുടിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് അതും ഇതും പറഞ്ഞ് എൻ്റെ മുറിക്കകത്തെങ്ങാനും കയറിയാലുണ്ടല്ലോ മുട്ടുകാല് ഞാൻ തല്ലി ഒടിക്കുമെന്ന് പറയുകയാണ്. അപ്പൊ രേവതിക്ക് മനസ്സിലായി ഇനി ചന്ദ്രയെ വിളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാന്ന്. അങ്ങനെ അവള് നേരെ അകത്തേക്ക് പോയി നമ്മുടെ രവിയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ രവി ആണെങ്കിലും ചന്ദ്ര ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എന്ത് ചെയ്യാനാ? സച്ചിയാണെങ്കിൽ കറക്റ്റായിട്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു കേട്ടോ, എടി പൊട്ടി, നിന്നെ കാണാതെ അമ്മ എങ്ങാനും ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടാകും, എന്നിട്ട് ഒന്നും തിന്നാത്തതുപോലെ കിടക്ക് അഭിനയിക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, ഇല്ലെന്നേ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് ഞാനല്ലേ, എനിക്കറിയാം ആരെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ. അമ്മ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അമ്മ ഇത് സീരിയസ് ആയിട്ടാണെന്ന് പറയുക. അപ്പൊ എന്തായാലും നമ്മുടെ ചന്ദ്രമതി സമരം തുടങ്ങിയിരിക്കുകയാണ്. വിജയിക്കോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.